ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മുടെ മഹേഷ് കോടതിയിലേക്ക് പുറപ്പെടുവാണ്. അതേസമയം ഇഷിതേനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അഷിതയുടെ അമ്മായിട്ടോ മാനസ. അപ്പോൾ അതിനുശേഷം അവർ പറയുന്നുണ്ട്, ദേ മാധവിൻ്റെ കൊച്ചു ജനിച്ചതിന് അതിന് 28 കെട്ട് ഗംഭീരമായിട്ടായിരിക്കും ഞങ്ങൾ നടത്തുന്നുണ്ടാവുക. അതിന് മുഖ്യ സംഭവങ്ങളൊക്കെ ചെയ്യേണ്ടത് ഇഷിത നീയാണ് കേട്ടോ എന്ന് പറയാണ്. അതിനുശേഷം വാ പോകാം എന്ന് പറഞ്ഞിട്ട് അഷിതനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുമ്പോൾ അഷിത ശരിയെന്നാ ഞാൻ പോകുക എന്ന് പറയുമ്പോഴേക്കും ഇഷിത പറയുന്നുണ്ട് പോ അവിടെ അടിമേടിച്ച് കൂട്ട് എന്ന് പറയാണ്. അഷിത ഒന്നും മിണ്ടാതെ അവരുടെ മുമ്പിൽ പോവാട്ടോ. അതിനുശേഷം ഇഷിത എടുത്ത് അമ്മ ചോദിക്കുന്നുണ്ട്, പ്രിയ ചോദിക്കുന്നുണ്ട്, അല്ല നീ അവരെ എന്തിനും പറഞ്ഞായിരുന്നോ? ഞാൻ പറഞ്ഞു, ഞാനൊന്നും ചെയ്തൊന്നുമില്ല അവരെ. ഞാനേ ദൈവത്തിനെ പൂജിക്കാൻ വേണ്ടി കുറച്ച് പൂ എടുത്തിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് പൂ എടുത്തിട്ട് അവരുടെ തലവഴി പൂജിച്ചിട്ടു. എന്താ അത് മതിയോ എന്ന് പറഞ്ഞിട്ട് ഇഷിത ദേഷ്യത്തോടു കൂടി തന്നെ കയറി പോകുകയാണ്. അതിനുശേഷം മാഷ് പറയുന്നുണ്ട്, എൻ്റെ പ്രിയെ ഞാൻ അവരെ പറയാൻ ആഗ്രഹിച്ചതാ ഇഷിത പറഞ്ഞത്. ഇഷിത പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. പിന്നെ ഞാൻ കൂടുതലൊന്നും പറയാത്തത് നമ്മുടെ മോൾ അശ്വിനെ കുറിച്ചും ആലോചിച്ചിട്ടാണ്. അവൾക്ക് അവിടെ ജീവിക്കണമല്ലോ, അതുകൊണ്ടാണ് പിന്നെ ഞാനൊന്നും മിണ്ടാതിരുന്നത് എന്ന് മാഷ് പറയുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ രചനേനെയാണ്. രചനയും അതുപോലെ തന്നെ ആകാശും ചിപ്പിയും കൂടി കോടതിയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ആകാശ് പറയുന്നുണ്ട്, ഇന്നെന്തായാലും കുടുംബ കോടതിയിലെ ലാസ്റ്റ് ഹിയറിംഗ് ആയിരിക്കും. എന്തായാലും ഇന്ന് വിധി ആവുമായിരിക്കും. വിധി നമുക്ക് അനുകൂലമായിരിക്കും. അങ്ങനെ ആവാനാണ് ചാൻസ്. എല്ലാം വക്കീലിൻ്റെ കയ്യിലാണ്. ഇന്ന് വിധി വന്നു കഴിഞ്ഞാൽ എനിക്ക് ഡിവോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കല്യാണം കഴിക്കും. നമ്മൾ നല്ല സുഖമായിട്ട് പാറി പറന്ന് ജീവിക്കും എന്ന് പറയുമ്പോഴേക്കും രചന ചിരിക്കും കേട്ടോ. അതിനുശേഷം നമ്മുടെ രചന നമ്മുടെ ചിപ്പിനെയും കൂട്ടിക്കൊണ്ട് ഇറങ്ങുന്ന സമയത്ത് മഹേഷും അവിടേക്ക് എത്തുന്നുണ്ട്. മഹേഷിൻ്റെ അടുത്ത് മഹേഷിനെ ഇവളെന്താ ചിപ്പിനെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് പറയുന്നുണ്ട് ഇങ്ങനെ, അതെ വേറൊന്നുമല്ല, നിന്നെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഞാൻ എൻ്റെ മോളൊന്ന് കാണട്ടെ. വേണ്ടടാ പോയാൽ ശരിയാവില്ല. ആകാശ് അതിൻ്റെ വീഡിയോ എന്തെങ്കിലും എടുക്കും. എന്നിട്ട് നീ കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോകാൻ ശ്രമിച്ചെന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ആൾ ഉണ്ടാക്കും. അതുകൊണ്ട് നീ വെറുതെ ഇരിക്കുക, നീ ഇപ്പം അങ്ങോട്ടേക്ക് പോകണമെന്ന് പറഞ്ഞ് മഹേഷിനെ പിടിച്ചു വെക്കുക കേട്ടോ. മഹേഷ് നോക്കുമ്പോൾ ഇഷിത നമ്മുടെ രചനയുടെ കൈ പിടിച്ച് അകത്തേക്ക് കയറുവാണ്. ചിപ്പിയാണെങ്കിൽ ആകെ വിഷമത്തിലാണ് കേട്ടോ. അങ്ങനെ മഹേഷ് ചിപ്പിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശേഷം രചന കോടതിയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് അവിടെ വരാതെ തന്നെ ഇരിക്കുന്നുണ്ടാവും. ചേച്ചി വന്നിട്ട് കുറേ നേരമായോ? ഇല്ല, ഇപ്പം ഇങ്ങോട്ട് എത്തിയേ ഉള്ളൂ. ചിപ്പി മോളെ ആയയുടെ കൂടെ ഇവിടെ ഇരിക്കണം കേട്ടോ. അമ്മ ഇവിടെ പോവാ, ഞാൻ കോടതിൻ്റെ ഉള്ളിലാണ് മോളെ, അവിടെ പിള്ളേരെ കയറാൻ പാടില്ല. മോൾ ഇവിടെ നിൽക്ക്, പെട്ടെന്ന് തന്നെ മമ്മി വരാൻ കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചിപ്പിക്ക് ഒരു ഉമ്മ കൊടുത്തതിന് ശേഷം ആകാശ് എന്ന് നമുക്ക് പോയാലും എന്ന് പറയാണ്. അങ്ങനെ രചന ആകാശിൻ്റെ കൂടെ അകത്തേക്ക് പോകുക കേട്ടോ. അതിനുശേഷം നമ്മുടെ ചിപ്പി ചോദിക്കുന്നുണ്ട് ആയുടെ അടുത്ത്, ഇവിടെ എന്തിനാണ് വന്നിരിക്കുന്നത്? അതോ ഇന്ന് ഒരു വിധി പറയും മോളെ, അതിനു വേണ്ടി വന്നേക്കുക. എൻ്റെ അച്ഛനപ്പോൾ വരുമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ നമ്മുടെ മഹേഷ് കോടതിൻ്റെ ഉള്ളിലേക്ക് കയറുക. അവിടെ ചിപ്പി ഇരിക്കുന്നുണ്ട് കേട്ടോ. ചിപ്പി മഹേഷിനെ കാണുന്നതും ഹായ് അച്ഛൻ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ മഹേഷിൻ്റെ അടുത്തേക്ക് പോവുക. ഡാഡി എത്ര നാളായി മോള് ഡാഡിനെ കാത്തിരിക്കണമെന്ന് അറിയാവോ? എപ്പോഴാണ് ഡാഡി മോളെ കൂട്ടിക്കൊണ്ടുപോവാ? എനിക്ക് ഡാഡീനെയും അച്ഛനെയൊക്കെ കാണാൻ കൊതിയായിട്ട് വയ്യ എന്ന് പറയുമ്പോൾ മഹേഷ് നമ്മുടെ ചിപ്പിയുടെ നെറ്റിയിൽ ഒരു ഉമ്മ വെക്കുവാണ്. നോക്കുമ്പോൾ ഇതെല്ലാം തന്നെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുവാണ് നമ്മുടെ ആകാശ് കേട്ടോ. ഒളിഞ്ഞിരുന്ന് വീഡിയോ എടുക്കുകയാണ്. പെട്ടെന്ന് മഹേഷ് അത് കാണുന്നുണ്ട്. മഹേഷ് ആകാശിനെ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് ചിപ്പീനെ തൻ്റെ അടുത്തുനിന്ന് മാറ്റി ഇങ്ങനെ നിർത്തുവാണ്. എന്ത് പറ്റി ഡാഡി എന്ന് പറയുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് മഹേഷ് ദേഷ്യത്തോട് കൂടി തന്നെ അകത്തേക്ക് പോകുമ്പോൾ ആകാശ് പറയണ്ടേ, എന്താടാ നിനക്ക് വേദനിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മഹേഷ് ഒന്നും മിണ്ടുന്നില്ല. വേദനിക്കൂടാ, നീ ഇനി വേദനിക്കാൻ പോകുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആകാശ് അകത്തേക്ക് പോവാണ്. മഹേഷിനാകെ വിഷമം ഒന്നുണ്ട്. മഹേഷും അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ചിപ്പി ആയെടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛൻ പെട്ടെന്ന് പോയത്? അതോ കേസ് തുടങ്ങാൻ സമയമായി മോളെ, അതുകൊണ്ട് അച്ഛൻ പെട്ടെന്ന് പോയത്. മോൾ ഇവിടെ ഇരിക്കുക എന്ന് പറയാണ്. എനിക്ക് എൻ്റെ അച്ഛനെ കാണണം. അച്ഛൻ വരും മോളെ, മോൾ ഇവിടെ ഇരിക്കുക എന്നെനിക്ക് ക്യാപ്പിനെങ്കിലും കാണണം. ക്യാപ്പോ? അതാരാ? അത് അമ്മേനെ പോലെ എന്നൊക്കെ പറയില്ലേ, അതുപോലെയാ. എൻ്റെ ഒരു ഫ്രണ്ടാ, ഡോക്ടർ ഇഷിത. ഓ ഇഷിത ഡോക്ടറാണോ? ഞാൻ വേണമെങ്കിൽ ഫോൺ വിളിക്കാം, എന്നാൽ ഫോൺ വിളിച്ച് തരാമോ? തരാം എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ ചിപ്പിയുടെ കയ്യിലേക്ക് ഫോൺ വിളിച്ച് കൊടുക്കും കേട്ടോ ഇഷിതന്. ആ സമയത്ത് ഇഷിത നമ്മുടെ എന്താണ് മോനായിട്ട് പുറത്ത് പോയിട്ട് കറങ്ങാൻ വേണ്ടി പോയിരിക്കും. അപ്പോൾ മോനോട് ചോദിക്കേണ്ടത്, അല്ല ഇന്ന് എവിടേക്കാണ് പോകേണ്ടത്? നമുക്ക് ആദ്യം ഒരു പാർക്കിൽ പോവാം, ബീച്ചിൽ പോവാം, സിനിമയ്ക്ക് പോവാം. നീ കൊള്ളാലോടാ, അതെല്ലാം കൂടി നടക്കില്ല, ഒരു സ്ഥലത്ത് പോവാം, എന്നിട്ട് ഹോസ്പിറ്റലിൽ പോകാം. എന്നാൽ ശരി, നമുക്കൊരു സിനിമയ്ക്ക് പോയിട്ട് ഹോസ്പിറ്റലിൽ പോകാം, ഓക്കെ എന്ന് പറയണം. അപ്പോഴാണ് ഇഷിത ഫോൺ ബെല്ലടിക്കുന്നത്. ഹലോ ഞാനാ ക്യാപ്പേ. ചിപ്പിമോൾ നീ ഇപ്പോൾ എവിടെയാ? ഞാനിപ്പോൾ കോടതിയിലോ? കൂടെ ആരാ ഉള്ളത്? ആയുണ്ട്. ആയയുടെ കയ്യിൽ ഫോൺ കൊടുക്കാമോ എന്ന് ഇഷിത പറയാണ്. അങ്ങനെ ആയയുടെ കയ്യിൽ ഫോൺ കൊടുക്കുകയാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇവിടെ കോടതി വന്നിരിക്കുകയാണ്. അപ്പോൾ മോളിങ്ങനെ ഇഷിതടുത്ത് സംസാരിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ശരി ഞാനിപ്പോൾ വരാം എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ മോൻ പറയുന്നുണ്ട്, എനിക്ക് കാര്യം മനസ്സിലായി. ചിപ്പി
ഇഷിതാമ്മയുടെ ഡിയറസ്റ്റ് അല്ലേ, അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ചിപ്പിനെ കാണാൻ പോകാം. എടാ മിടുക്ക, നീ ആൾ കൊള്ളാലോ, നമുക്ക് ചിപ്പിനെ കാണാൻ പോയിട്ട് ഹോസ്പിറ്റലിൽ പോകാം. അപ്പോൾ അങ്ങനെ ചെയ്യാമല്ലേ? ശരി, അങ്ങനെ ചെയ്യാം എന്ന് മോനും പറയുവാണ്. അതിനുശേഷം കോടതി കൂടിയിരിക്കുകയാണ്. ആദ്യം തന്നെ ഹിയറിംഗ് തുടങ്ങുവാണ്. മഹേഷ് അതുപോലെ തന്നെ രചന എന്ന് ജഡ്ജി വിളിക്കുമ്പോൾ രണ്ടുപേരും അവിടെ എഴുന്നേറ്റ് നിൽക്കുക കേട്ടോ. അങ്ങനെ രണ്ടുപേരുടെ വക്കീൽ തമ്മിൽ വാദപ്രതിവാദം തുടങ്ങുവാണ്. അങ്ങനെ മഹേഷിൻ്റെ വക്കീലാണ് ആദ്യം വാദം തുടങ്ങണം കേട്ടോ. അങ്ങനെ മഹേഷിനെ അനുകൂലമായിട്ട് പറയുന്നുണ്ട്. ഇത്രയും നാൾ എൻ്റെ മഹേഷിൻ്റെ കൂടെ തന്നെയായിരുന്നു കുഞ്ഞ് ജനിച്ചപ്പോൾ തൊട്ട് ഇന്ന് വരെ, ഇപ്പോഴാണ് രചന അവകാശമായിട്ട് വന്നത് എന്നൊക്കെ പറയാണ്. അതുകൊണ്ട് കുഞ്ഞിനെ ഏറ്റവും അടുപ്പം മഹേഷിൻ്റെ അടുത്താണ്. അപ്പോൾ മഹേഷിൻ്റെ കൂടെ തന്നെ വിടണം. ബാലാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞിൻ്റെ കൂടെയാണ് അമ്മ വളരേണ്ട കുഞ്ഞിൻ്റെ കൂടെയാണെന്ന്. അതൊരു പെൺകുട്ടി ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, അല്ലാണ്ട് അതിൽ വേറൊരു കയമ്പൂല്ലെന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ രചനയുടെ വക്കീൽ പറയുന്നുണ്ട് അതിന് കഴമ്പുണ്ട്. ബാലാവകാശ കമ്മീഷൻ അതുപോലെ തന്നെ വനിതാ കമ്മീഷനും ആ ഒരു ഉത്തരവ് പുറപ്പെടുപ്പിച്ചത് മഹേഷിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിൽ ആ ഒരു ബാലാവകാശൻ്റെ അതുപോലെ തന്നെ വനിതാ കമ്മീഷൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വാക്ക് തർക്കമൊക്കെ ഉണ്ടാവുകയാണ്. പെട്ടെന്ന് തന്നെ മഹേഷിൻ്റെ വക്കീൽ പറയുന്നുണ്ട് അതിനൊന്നും വലിയ കഴമ്പൊന്നുമില്ല, അതിനെന്തുകൊണ്ടാണ് കാരണമെന്നും അവരിപ്പോഴും പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ രചന എന്ന് പറഞ്ഞാൽ ഈ വൃത്തികെട്ട സ്ത്രീ എന്ന് പറയുമ്പോൾ തന്നെ ജഡ്ജി പറയുന്നുണ്ട് കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കണം എന്ന് പറയുമ്പോൾ സോറി എന്ന് പറഞ്ഞിട്ട് ഈ രചന എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ ചിപ്പിക്ക് 6 മാസമുള്ളപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയതാണ്. കുഞ്ഞിൻ്റെ ഒരു കാര്യം പോലും ഇവർ നോക്കില്ലായിരുന്നു, ഇത്ര നാൾ അന്വേഷിച്ചു പോലും ഇല്ലായിരുന്നു. അവരവരുടെ കള്ള കാമുകൻ്റെ കൂടെ ഒളിച്ചോടി പോയതാണ്. അങ്ങനെയുള്ള ആ സ്ത്രീയുടെ കൂടെ കുഞ്ഞിനെ വിടുന്നത് ശരിയാണോ എന്നൊക്കെ കോടതി എടുത്ത് ചോദിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ജഡ്ജി കുറച്ചു നേരം ആലോചിച്ചിരിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ രചനയുടെ വക്കീൽ പറയുന്നുണ്ട് അങ്ങനെയൊന്നും അല്ല യുവർ ഓണർ എന്ന് പറയാണ്. മഹേഷിനെതിരെ കഴിഞ്ഞ ദിവസം ടി വിയിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതിൽ ഡോക്ടർ ഇഷിതയുടെ ആ ഒരു പോയിന്റ് കറക്റ്റാണ്. മഹേഷ് കുഞ്ഞിനെ ചെയ്ത ക്രൂരതകൾ ഡോക്ടർ ഇഷിത ഓരോന്നായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഉണ്ടോ എന്ന് ജഡ്ജി ചോദിക്കുമ്പോൾ വീഡിയോ സഹിതം ഞാൻ അവിടെ വെച്ചിട്ടുണ്ടെന്ന് പറയാണ്. ശരി, ഞാൻ ആ വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ ഹിയറിങ് അടുത്ത മാസം 16 മാറ്റി വെച്ചിരിക്കുന്നു. അതുവരെ കുട്ടിയുടെ അമ്മയുടെ കൂടെ തന്നെ നിൽക്കട്ടെ എന്ന് കോടതി പറയുകയാണ്. അത് കേൾക്കണത് നമ്മുടെ മഹേഷ് ആകെ തകർന്നു പോവാട്ടോ. അങ്ങനെ നമ്മുടെ മറ്റേ രചനയും അതുപോലെ തന്നെ നമ്മുടെ ആകാശം നമ്മളിങ്ങനെ കെട്ടിപ്പിടിക്കുക കേട്ടോ. ശേഷം നമ്മുടെ എടുത്ത് ചിപ്പി ചോദിക്കേണ്ടത് ആ അങ്കിൾ ഉണ്ടല്ലോ, ആ അങ്കിൾ എന്തിനാ എപ്പോഴും എൻ്റെ അമ്മയുടെ കൂടെ തന്നെ നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ അങ്കിൾ മോളുടെ അമ്മേനെ കല്യാണം കഴിക്കാൻ പോകുക. എൻ്റെ അമ്മേനെ കല്യാണം കഴിച്ചത് എൻ്റെ അച്ഛനല്ലേ, പിന്നെ ഇതിനെ ആ അങ്കിൾ വിവാഹം കഴിക്കണത് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടേക്ക് ഇഷിത വരുക കേട്ടോ. ഇഷിതനെ കാണുമ്പോൾ ചിപ്പി ഓടിപ്പോണം. ഹായ് ക്യാപ്പേ എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോകുവാണ്. ആ സമയത്ത് ഇഷിത ചോദിക്കേണ്ട ആയടുത്ത് ഹിയറിംഗ് ഒക്കെ കഴിഞ്ഞു, നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുകയാണ് ആയ. ആ സമയത്ത് ഇഷിത പറയുന്നത് ഞാൻ ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഗിഫ്റ്റോ? ഒരു ചേട്ടന എന്ന് പറയാണ്. ചിപ്പി കണ്ണടക്കെന്ന് പറയാണ്. അങ്ങനെ ചിപ്പി കണ്ണടക്കുമ്പോഴേക്കും നമ്മുടെ മോനൂട്ടനെ വിളിക്കുകയാണ് ഇഷിത. അങ്ങനെ നമ്മുടെ കണ്ണ് തുറക്കുമ്പോഴേക്കും ചേട്ടനെ കാണും. ഹായ് ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് ചിപ്പിയല്ലേ, എനിക്കറിയാം, ഇഷിതമ്മ പറഞ്ഞിട്ടുണ്ട്. ആഹാ, ചേട്ടൻ ഡോക്ടർ ഇഷിതനെ ഇഷിതാമ്മ എന്ന് വിളിക്കുന്നത്, ഞാനും അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്, എന്ന് നമുക്ക് കളിക്കാം എന്ന് പറഞ്ഞിട്ട് പിള്ളേർ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ ഇഷിത അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമാണെങ്കിൽ ആകാശ് കോടതി നിറങ്ങുമ്പോൾ നമ്മുടെ മഹേഷിനോട് പറയണ്ടേ, എടാ അടുത്ത മാസം 16 തീയതി അത് നിൻ്റെ ജീവിതം തകരുന്ന ദിവസമായിരിക്കും, എന്നേക്കുമായിട്ട് ചിപ്പി രചനയുടെ കൂടെ പോകും, അത് നിനക്ക് കൺകുളിർക്കെ കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടോ എപ്പിസോഡ് തീരുന്നത്. എന്തായാലും ഇഷിതയുടെ ആ ഒരു പോയിന്റ് തന്നെയാണ് കുഞ്ഞിനെ അകറ്റാനുള്ള ആ ഒരു കാരണമായിട്ട് ഇപ്പോൾ കോടതി കണ്ടിരിക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.